Okay, good morning students. This നമ്മളിപ്പോൾ നോക്കിയത് മോട്ടിവേഷൻ ആണ്. ഇപ്പോൾ മോട്ടിവേഷൻ എന്താണെന്ന് നോക്കി, അതിൻ്റെ തിയറി ഓഫ് മോട്ടിവേഷൻ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് മാനേജർ ഇൻ മോട്ടിവേഷൻ. ഒരു മോട്ടിവേഷനിൽ ഒരു മാനേജറെ റോൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഗെറ്റ് ടു നോ എവറി എംപ്ലോയി അല്ലേ. ഫസ്റ്റ് റോള് ഗെറ്റ് ടു നോ എവറി എംപ്ലോയി, എല്ലാ എംപ്ലോയീസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു ഓർഗനൈസേഷനിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയിനെ കുറിച്ച് വലുതായിട്ടല്ലെങ്കിലും ഓരോ എംപ്ലോയി എന്താണെന്ന്, അവർക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്നും അവരെങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് റോളാണ്. സെക്കൻഡ് വൺ എന്താ? ഷോ റെസ്പെക്ട് ബൈ ആസ്കിങ് എംപ്ലോയീസ് ഫോർ ദെയർ ഫീഡ്ബാക്ക് അല്ലേ. അവരെ ഫീഡ്ബാക്സ് കിട്ടുന്നു, അല്ലെങ്കിൽ അവർ ഫീഡ്ബാക്ക് ചോദിക്കുന്ന സമയത്ത് അവർക്ക് അതിനോട് ഒരു റെസ്പെക്ട് കൊടുക്കുക. റെസ്പെക്ട് കൊടുക്കുക മീൻസ് അവർ പറയുന്ന കാര്യങ്ങൾക്കും കൂടി ഒരു ഞാൻ പറയുന്ന ഒരു കാര്യം ഇന്ന ആൾ മാനേജർ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ ഗുഡ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവരുടെ ഫീഡ്ബാക്സിനും കൂടി ഒരു റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് ഒരു മാനേജറുടെ റോളാണ്. ദെൻ ഗീവ് എംപ്ലോയീസ് ആസ് മച്ച് കൺട്രോൾ ആസ് പോസിബിൾ ഓവർ ദെയർ വർക്ക് അല്ലേ. അവരെ വർക്കിൻ്റെ മുകളിൽ എന്താ പറയുക, ടൂ മച്ച് കൺട്രോൾ ഇല്ലാതിരിക്കുന്ന, എന്നാൽ കൺട്രോൾ ഉണ്ടാവുകയും വേണം എന്ന് വെച്ചിട്ട് അവരെ ഇങ്ങനെ ഒരു ഭയങ്കര ഹെവി ഹെക്റ്റിക് വർക്ക് ആക്കിയിട്ട് അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഒരു നല്ല അറ്റ്മോസ്ഫിയർ കൂടിയിട്ടും അവരെ കുറച്ചും കൂടി എൻകറേജ് ചെയ്തിട്ടും ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത്. ദെൻ ചാലഞ്ചസ് ദം ടു ഇംപ്രൂവ് ദ ഓപ്പറേഷൻ അല്ലേ. അവരെ ടാസ്ക് പെർഫോം ചെയ്യിക്കുക, അവരെ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു ചാലഞ്ച്, അതൊരു റോളാണ്. ആരത്? മാനേജറുടെ റോളാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് അവരെ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്തിട്ട് അവരെ ഓപ്പറേഷൻസ് കൂട്ടിയെടുക്കുക എന്നുള്ളത്. ദെൻ എന്താണ്? ദ ഗ്രേറ്റ് ഐഡിയ അവാർഡ് അല്ലേ. അവരെ ഏറ്റവും നല്ല ഐഡിയാസൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുക മീൻസ് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക, അവരെ കുറച്ചും കൂടി എന്താ പറയുക, അവർ ഐഡിയാസിനെ കുറച്ചുകൂടി റെസ്പെക്ട് ചെയ്തത് അംഗീകരിക്കുക എന്നുള്ള ഐഡിയ തന്നെ. ദെൻ ഡോണ്ട് ഫോർഗെറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് മറന്നു പോകാതിരിക്കണം അല്ലെ. കറക്റ്റ് ടൈമിൽ എന്തെങ്കിലും അയാളുടെ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത്രയും റോൾസാണ്, നോർമൽ റോൾസ്. ചിന്തിക്കുക, നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്രയും റോൾസാണ് ആർക്കുണ്ടായിരിക്കുക, ഒരു മാനേജർക്ക് മോട്ടിവേഷനിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ മോട്ടിവേഷൻ ആൻഡ് റിവാർഡാണ് നോക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ റിവാർഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് വൺ റിവാർഡ്. റിവാർഡ് എന്താണ്? റിവാർഡ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് എംപ്ലോയീസിനെ അവരെ പെർഫോമൻസ് അനുസരിച്ച് അവർ ചെയ്യുന്ന വർക്കിങ്ങിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് റിവാർഡ് കൊടുക്കുക. അതെന്തിനാ? ടൈപ്സ് ഓഫ് എൻകറേജിങ് ആണ് റിവാർഡ് എന്ന് പറയുന്നത് അല്ലേ. അവർക്ക് ഇനിയും കൂടുതൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് ഇനിയും കൂട്ടാനും അവരെന്തെങ്കിലും ചെയ്തെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമ്പം അത് എത്രയാളും മുമ്പിൽ നമ്മൾ അംഗീകരിച്ച് റിവാർഡ് കൊടുക്കുമ്പോൾ അത് അവർക്ക് കുറച്ചുകൂടി ബൂസ്റ്റിങ്ങിന് സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം റിവാർഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു റിവാർഡ് കൊടുക്കുക. Rewards are incentives for the work performance of the employee and play an important role in employees' motivation, which in turn stands critical for the success of retail organization അല്ലേ. റിവാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യാഷ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രോഫി നമ്മൾ കാണല്ലേ, ചില പെർഫോമൻസിന് ട്രോഫി അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഏത് രീതിക്കായാലും എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ ആണ് എന്ത് റിവാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇതാണ്. ദെൻ എന്താണ്? റിവാർഡ് ഈസ് ടു ടൈപ്സ് ഉണ്ട്, മോണിറ്ററി റിവാർഡ് ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. ഓക്കെ, റിവാർഡിനെ നമുക്ക് രണ്ടായിട്ട് കൊടുക്കാം. ഒന്ന് മോണിറ്ററി റിവാർഡ്സ് ആൻഡ് നോൺ മോണിറ്ററി. മോണിറ്ററി റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻസെൻറ്റീവ്സ് അല്ലെ, നമ്മൾ പറഞ്ഞു ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുന്നത്. ദെൻ കോമ്പൻസേഷൻ ടു വർക്ക് ഓൺ ഹോളിഡേയ്സ് അല്ലേ. അതേപോലെ തന്നെ ഹോളിഡേയ്സിലൊക്കെ ചില സ്ഥാപനങ്ങൾ ഹോളിഡേയ്സ് ആണെങ്കിൽ ഹോളിഡേയ്സ് ആയിട്ട് തന്നെ പോകും. അപ്പോൾ ചില സ്ഥാപനങ്ങൾ അങ്ങനെയല്ല, ഹോളിഡേയ്സിനൊക്കെ എന്തെങ്കിലും, അതായത് ലൈക്ക് എന്തോ ഹോളി, ഓണം, ദിവാലി അങ്ങനത്തേനൊക്കെ പ്രത്യേകിച്ച് ഒരു കോമ്പൻസേഷൻ, അധിക ബോണസ് ഒക്കെ കൊടുക്കുന്ന കേട്ടില്ലേ, ഈ ഓണം അലവൻസ്, വിഷു അലവൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതേപോലെയൊക്കെ കുറച്ചുകൂടി എന്താ പറയുക, എംപ്ലോയീസിന് കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് കോമ്പൻസേഷൻസ് കൊടുക്കുക. ദെൻ വൗച്ചേഴ്സ് ഓൺ ബർത്ത്ഡേ ഓർ ആനിവേഴ്സറിയോ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റാഫ്സിൻ്റെ അവർക്ക് അതിനുള്ളൊരു ചെറിയ വൗച്ചറൊക്കെ കൊടുക്കുക. അതൊക്കെ എന്താ മോണിറ്ററി അല്ലേ, പണമായിട്ട് കൊടുക്കുന്ന സംഭവങ്ങളാണ്. ദെൻ ഓവർ ടൈം വർക്കിങ്ങിനൊക്കെ എക്സ്ട്രാ ഇൻകം അവർക്ക് കൊടുക്കുക. ദെൻ റെഫറൽ ബോണസ് കൊടുക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മോണിറ്ററി വരിക. ദെൻ നോൺ മോണിറ്ററിയിൽ വരുന്നത് എന്താണ്? എക്സ്ട്രാ PTO, അതായത് എന്താണ്, അതായത്
one may witness in retail that a particular employee is on off due to his birthday or anything. അതായത് നമ്മൾ ഇപ്പോൾ എക്സ്ട്രാ പി ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ബർത്ത്ഡേക്ക് ആകുന്ന സമയത്ത് അയാൾക്ക് എന്തെടുക്കുക, ലീവ് കൊടുക്കാം. ഇന്ന് അത് നോൺ മോണിറ്ററി ആയിരിക്കും, പക്ഷെ അത് അയാൾക്ക് പ്രത്യേകിച്ച് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ അന്നത്തെ ദിവസം ലീവ് കൊടുക്കുക, അയാൾ അല്ലാത്ത രീതിയിൽ ഹാപ്പി ആക്കുക എന്നുള്ള ഇതാണ്. ഓക്കെ, അതേപോലെ ഫ്ലെക്സിബിൾ വർക്ക് അറേഞ്ച്മെൻറ്റ്, നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ദെൻ പബ്ലിക് റെക്കഗ്നേഷൻ, നമ്മൾ പറഞ്ഞല്ലോ അയാൾക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്റ്റാഫ്സിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെ കുറച്ചുകൂടി എൻകറേജ് ചെയ്ത് കൊടുക്കുക, ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ദെൻ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അത്രയും ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിനാണ് നോൺ മോണിറ്ററി റിവാർഡ് സിസ്റ്റം. അപ്പോൾ റിവാർഡ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, റിവാർഡ് സിസ്റ്റം 2 ടൈപ്സ് ആണ്, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. അതെന്താ നമ്മൾ നോക്കി. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ എന്താണ്, അതായത് പെർഫോമൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്. അല്ലേ, ഒരു വർക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ്ലി ആയിട്ടും ചെയ്തതിനെ റേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നാണ്. അതായത് നമുക്ക് സ്ഥാപനത്തിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും അവരുടെ വർക്ക് പെർഫോം ചെയ്തതെന്നനുസരിച്ച് അവരെ റേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇതെന്താണ്, it is also interpreted as the result of interrelationship between the efforts, ability and task perceptions. അല്ലേ, അവരുടെ പെർഫോമൻസ് അനുസരിച്ചും അവരുടെ എബിലിറ്റി, അവരെ കൊടുക്കുന്ന എഫേർട്ട്, ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ പെർഫോമൻസിനെ നമ്മൾ അപ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ റേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലേ, അതാണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് അപ്രൈസേഴ്സിൽ മെയിനായിട്ട് പുവറായിട്ട്, ദെൻ ഡെവലപ്പിംഗ് ആയിട്ടുള്ളത്. പുവറായിട്ട് പെർഫോം ചെയ്യുന്ന എംപ്ലോയി ഏതാണ്, ഡെവലപ്പിംഗ് ആയിട്ട് അതായത് വളർന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും ഗുഡായിട്ട്, ദെൻ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്, അങ്ങനെ ഓരോ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റേറ്റ് ചെയ്യുന്നത്. ദെൻ നോക്കുമ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഒരു പെർഫോമൻസ് അപ്രൈസലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നത്. ഫസ്റ്റ് എന്താ, പ്രൊമോഷൻ. അല്ലേ, ഒരു പെർഫോമൻസ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രൊമോഷൻ കൊടുക്കേണ്ട എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ദെൻ കോമ്പൻസേഷൻ. അല്ലേ, ഏറ്റവും മികച്ച പെർഫോമൻസസിന് കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ അതിൻ്റെ പെർഫോമൻസ് അപ്ലൈസിൽ സിഗ്നിഫിക്കൻസ്. അത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം. വെറുതെ പെർഫോമൻസ് റേറ്റ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ, അതുകൊണ്ട് കാര്യമില്ല. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ നന്നായിട്ട് വർക്ക് ചെയ്തെന്നുള്ള രീതിക്കുള്ള കോമ്പൻസേഷനും കാര്യങ്ങളും കൊടുക്കുക. ഏറ്റവും പുവറായിട്ടുള്ളവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ വളർത്തിയെടുക്കാം. ദെൻ എംപ്ലോയീസ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കണം. സെലക്ഷൻ വാലിഡേഷൻ കറക്റ്റ് ആയിരിക്കണം. ദെൻ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇത്രയും സിഗ്നിഫിക്കൻസ് ആണ് എന്തിനുള്ളത്, പെർഫോമൻസ് അപ്രൈസലിനുള്ളത്. ഓക്കെ, ഇതിന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, ഒരു പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നതാണ്. അതിൽ ഫസ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് പ്രോസസ്സാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അതായത് the first step in the process of performance appraisal is setting up of the standards which will be used to compare the actual performance of the employee against the standards set. അല്ലേ, അതായത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളുടെ ആക്ച്വൽ പെർഫോമൻസ്, അയാൾ ഒരു എന്താ പറയുക ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവും. അതും അയാൾ വർക്ക് ചെയ്തതും തമ്മിലുള്ളതിനെ കുറിച്ച് കമ്പയർ ചെയ്തിട്ട് അയാളെ സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിനാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ പെർഫോമൻസിനെയും അതേപോലെ അയാൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്തിട്ട് ആ സ്റ്റാഫിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നത്. സെക്കൻഡ്, കമ്മ്യൂണിക്കേറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡിൽ എന്താ പറയുന്നത്, it is the responsibility of the management to communicate the standard to all employees of the organization. അതായത് നമ്മൾ ആക്ച്വലി എന്താണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതും ആ സ്ഥാപനത്തിന് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ എംപ്ലോയി ആയിട്ട് നടത്തിയിട്ട് അത് ബൂസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഓർഗനൈസേഷനെ വളർത്തിയെടുക്കുക. അതായത് നമുക്ക് എന്ത് റോളാണ് അവർ പ്ലേ ചെയ്യേണ്ടതെന്നുള്ളതും അതെങ്ങനെ എത്ര സമയത്തിനുള്ളിൽ എന്നുള്ളതൊക്കെ കറക്റ്റ് ഒരു ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ മെഷറിങ് ദ ആക്ച്വൽ പെർഫോമൻസ്. ദെൻ അവർ പെർഫോം ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്തെടുക്കുക. ദെൻ കമ്പയറിങ് ദ ആക്ച്വൽ വിത്ത് ദ ഡിസൈഡ് പെർഫോമൻസ്. അല്ലേ,
ആക്ച്വൽ പെർഫോമൻസും ഡിസൈഡ് പെർഫോമൻസും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. അതെന്താ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് അവർക്ക് എന്ത് പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിസ്കസിങ് റിസൾട്ട്, ദെൻ ഡിസിഷൻ മേക്കിംഗ്, റിസൾട്ടിനെ കുറിച്ച് സംസാരിക്കുക, ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയും എന്താണ് പ്രോസസ്സ് ഉണ്ടായിരിക്കും ഒരു പെർഫോമൻസ് അപ്രൈസറിൽ. ഫസ്റ്റ് വൺ എന്താണ്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ദെൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യണം, ആക്ച്വൽ പെർഫോമൻസിനെ മെഷർ ചെയ്യുക. ദെൻ ആക്ച്വൽ പെർഫോമൻസിനെയും ഡിസൈഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ അത്രയും പ്രോസസ്സ്, ഒരു വൺ ബൈ ഇങ്ങനെ വരുന്നൊരു പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ ഹയറാർക്കി പറഞ്ഞ പോലെ അതേ ലെവലിൽ പ്രോസസ്സ് അതേ ഓർഡറിൽ തന്നെ പഠിക്കാം. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ദെൻ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ്. ഓക്കെ, എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടായിരിക്കും ഒരു പെർഫോമൻസ് അപ്രൈസലിന് നോക്കാം. ഫസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും, രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് പെർഫോമൻസ് അപ്രൈസലിൽ ഉള്ളത്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, ദെൻ സെക്കൻഡ് വൺ ഈസ് മോഡേൺ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിൽ വരുന്നത് എന്തൊക്കെയാണ്, ഈസി അപ്രൈസൽ മെത്തേഡ്, സ്ട്രേറ്റ് റാങ്കിങ് മെത്തേഡ്, പെയർഡ് കമ്പാരിസൺ മെത്തേഡ്, ക്രിട്ടിക്കൽ ഇൻസിഡൻസ് മെത്തേഡ്, ഫീൽഡ് റിവ്യൂ, ചെക്ക് ലിസ്റ്റ്, ഗ്രാഫിക്കൽ റേറ്റിംഗ് സ്കെയിൽസ് മെത്തേഡ്. അതായത് നോർമലി ട്രഡീഷണൽ രീതിയിൽ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്നത് അതെന്തൊക്കെയാണ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് അവരെ റാങ്ക് ചെയ്യുക, അവർക്ക് എന്തൊക്കെ ക്രിട്ടിക്സ് ഉണ്ടെന്നുള്ളത് സ്ട്രെയിറ്റ് ആയിട്ട് അവരോട് പറഞ്ഞിട്ട് അവരെ വിലയിരുത്തുക, ചെക്ക് ലിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് മോഡേൺ അപ്രോച്ചിൽ എങ്ങനെയാണ് വരുന്നത്, അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് വെച്ചിട്ട് അല്ലേ, കുറച്ചും കൂടി മോഡേൺ ആയിരിക്കും. നേരിട്ടൊരു എംപ്ലോയിയും ഒരു മാനേജറും തമ്മിലുള്ള ഇതല്ലാതെ ഒരു അസസ്മെൻറ്റ് സെൻറ്റർ വെച്ചിട്ടാണ് കറക്റ്റ് അസസ് ചെയ്തെടുക്കുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ്സ് വഴി, മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റ് MBO പ്രോസസ്സ് വഴി, ദെൻ ബാലൻസ് സ്കോർ കാർഡ് വെച്ചിട്ട്, ബെൽക്രൂ, ഇത് ഓരോ ടേംസ് ആണ്, മോഡേൺ ടേംസ് ആണ്. അങ്ങനെ ഓരോ ടൈപ്പിൽ എംപ്ലോയീസിനെ വിലയിരുത്തുന്നതിനാണ് മോഡേൺ മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും മെത്തേഡ്സ് ആണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ പഠിച്ചത് മോട്ടിവേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് റിവാർഡ് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞു. റിവാർഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കി എന്താണ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ, എങ്ങനെയാണ് പെർഫോമൻസിനെ വിലയിരുത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയീസ് ഗ്രീവിയൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഓക്കെ, ഗ്രീവിയൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അതാണ്, എംപ്ലോയീസ് ഗ്രീവിയൻസും അവരുടെ ഡിസിപ്ലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷനും റിവാർഡ്സും പെർഫോമൻസ് അപ്രൈസ് കഴിഞ്ഞാൽ അവരുടെ ഗ്രീവിയൻസ് ആൻഡ് ഡിസിപ്ലിനെ കുറിച്ചാണ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ വൈഡ്ലി വിറ്റ്നസ്ഡ് ഫാക്ട് ദാറ്റ് എനി റീറ്റെയിൽ എംപ്ലോയി may get dissatisfied for a variety of reasons such as reporting managers attitude, companies അല്ലെ. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിന് ചിലപ്പം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കില്ല. അവർ എന്താ വെച്ചാൽ അവരെ മാനേജേഴ്സ് എടുക്കുന്ന തീരുമാനങ്ങളിലായാലും ശരി, അവരെ റാങ്ക് ചെയ്തൊരു സിസ്റ്റത്തിൽ നമുക്ക് പേഴ്സണലി നമ്മൾ ഇതിലല്ല വരണ്ടേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഒരു എംപ്ലോയിക്ക് അല്ലേ. അപ്പം അയാളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അയാൾ ചെയ്തതിൻ്റെ അയാളെ പെർഫോമൻസിനനുസരിച്ചിട്ട് അയാൾക്ക് ഇവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്നൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് വർക്കിംഗ് കണ്ടീഷനിൽ വരുന്ന ഗ്രീവിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. Grievance is any dissatisfaction or feeling of injustice in connection with one employment situation that is brought to attention of management. അല്ലെ, മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷൻ കിട്ടാതിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രീവിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് നമ്മളെ ഇതിലുള്ളത്. ഫസ്റ്റ് വേണം എന്താ, ഗ്രീവിയൻസ് ഷുഡ് ബി ഡെൽറ്റ് വിത്ത് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് അറ്റ് ദ ലോവസ്റ്റ്. അല്ലേ, ഗ്രീവിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ അതിനെ എന്ത് ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. സോ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ക്ലിയർ ടു എംപ്ലോയി വാട്ട് ദ ലൈൻ അപ്പിയർ ടു അവൈൽ. നമുക്ക് എംപ്ലോയി ആയിട്ട് കറക്റ്റ് അത് എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് അയാളുടെ പ്രശ്നം എന്നുള്ളത് കറക്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റുക.
ദെൻ ഗ്രീവിയൻസ് ഷുഡ് ബി റിസോൾവ് സ്പീഡിലി. ഏറ്റവും ഒരു ഗ്രീവിയൻസ് ഉണ്ട് എന്ന് ഒരു എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ അത് ഏറ്റവും സ്പീഡായിട്ട് തന്നെ അതെന്ത് ചെയ്യുക, എന്താ പറയുക, സോൾവ് ചെയ്ത് കൊടുക്കുക.